السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولجميع المؤمنين والمؤمنات. മൂന്ന് ഇനം വെള്ളങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നാലാമത്തത് നജ്ജസായ വെള്ളമാണ്. ഒന്നാമത്തത് പറഞ്ഞു, രണ്ടാമത്തത് പറഞ്ഞു, മൂന്നാമത്തത് എന്തായിരുന്നു? മുസ്താമലായ വെള്ളം, അതല്ലെങ്കിൽ മുതഗയ്യറായ വെള്ളം, അല്ലേ? മുതഗയ്യറായ വെള്ളം, സ്വഭാവം നഷ്ടപ്പെട്ട വെള്ളം. ഇനി പറയുന്നത് മാഉ നജസിൻ എന്നാണ്, നജസായ വെള്ളം. നമ്മുടെ ദീന് എല്ലാത്തിനെയും ഒരുപോലെയല്ല, ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും ഒക്കെ വേർതിരിച്ചിട്ടുള്ളൊരു ദീനാണ്. മൂത്രം കുടിക്കുന്ന ടീമൊക്കെ ഉണ്ടല്ലോ ചില മതങ്ങളിലൊക്കെ, അല്ലേ? ഗോമൂത്രവും സ്വന്തം മൂത്രവും ഒക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്രയോ അഴുക്കുകളുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇസ്ലാം നജസാക്കിയ സാധനങ്ങളൊക്കെ അഴുക്ക് തന്നെയാണ്, വിസർജ്യങ്ങൾ തന്നെയാണ്. വിസർജ്യം എന്ന് പറഞ്ഞാൽ നന്മ ഒക്കെ എടുത്തിട്ട് മോശപ്പെട്ടത് പുറന്തള്ളുന്നത് എന്നാണ്. ദുർഗന്ധമുള്ളതും മനുഷ്യന് അറപ്പുള്ളതുമായ വസ്തുക്കൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദീനിൻ്റെ ഒരു പൂർണ്ണതയാണ് അറിയിക്കുന്നത്. ഇപ്പോൾ പറയണതല്ലല്ലോ, അന്ന് പറഞ്ഞതാണല്ലോ. ഏതായാലും നജസായ വെള്ളം എന്ന് പറഞ്ഞാൽ വഹുവല്ലദീ ഹല്ലത്ത് ഫീഹി നജാസത്ത്, നജസ് വീണത് എന്നാണ്. ഹല്ലത്ത് എന്ന് പറഞ്ഞാൽ വഖഅത്ത്, നജസ് വീണ വെള്ളം എന്നാണ്. നജസ് വീണ് എന്നല്ല, വീണെന്ന് ഉറപ്പാവും പോകണം കേട്ടോ. പിന്നെ നമ്മളെ മദ്ഹബിലും അവരെ മദ്ഹബിലൊക്കെ ഉള്ള മാതിരി നജസായ വെള്ളമാണെങ്കിലും ചിലത് അഫു ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ നജസാണെങ്കിൽ പോലും അഫു ചെയ്യപ്പെടുന്നതുണ്ട്. അത് നമുക്ക് വേറെ സമയത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ചില റൗസുകൾക്കൊക്കെ, ഇപ്പോൾ ചില പക്ഷികളുടെ റൗസിന് നമ്മൾ മാപ്പുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ എന്തുണ്ട്? കുറഞ്ഞ റൗസിനെ തൊട്ടൊക്കെ മാപ്പുണ്ട്, ചെറിയ വിസർജ്യത്തെ തൊട്ടൊക്കെ മാപ്പുണ്ട്. ഏത് വിസർജ്യമാണെങ്കിലും അത് വിശദമായിട്ട് നമുക്ക് പിന്നെ അടുത്തുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കാം. അപ്പോൾ കിണറ്റിലോ മറ്റോ ഒക്കെ കുറച്ച് കാസ്റ്റോ ഒന്നും വീണാൽ കുഴപ്പമില്ല എന്നൊക്കെയാണ് അവർ മദ്ഹബ്. ഇനി വഹുവല്ലദീ ഹല്ലത്ത് ഫീഹി നജാസത്തുൻ വഖഅത്ത് ഫീഹി നജാസത്തുൻ. പക്ഷേ വെള്ളത്തിൽ നജസ് വീണാൽ നജസാകുന്നത് എപ്പോഴാണ്? കുറച്ച് നിബന്ധനയുണ്ട്. ഒന്ന്, വക്കാന റാക്കിദൻ, വെള്ളം ഒഴുകുന്നതല്ല, സ്തംഭിച്ച് നിൽക്കുന്നതാണ്. ഒഴുകുന്നതല്ല, ജാരിയത്തല്ല, റാക്കിദാണ്. ഖലീലൻ, അത് കുറഞ്ഞ വെള്ളമാണ്, അളവ് കുറഞ്ഞ വെള്ളമാണ്. അതായത് നമ്മൾ അളവ് കുറവെന്ന് പറഞ്ഞാൽ 10 മുഴവും വീതിയും 10 മുഴവും നീളവുമുള്ള 1 മുഴല്ല. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, വൽ ഖലീലു മാ ദൂന അശ്രിൻ ഫി അശ്രിൻ. ഖലീൽ, കുറച്ച് വെള്ളം എന്ന് പറയുന്നത് മാ ഒരു അളവാണ്. ആ അളവിൻ്റെ മഹല്ല് ദൂന അശ്രിൻ 10 മുഴത്തിൻ്റെ താഴെയാണ്. ഫി അശ്രിൻ 10 മുഴത്തിലായിട്ട്. അശ്റും ഫി അശ്ർ എന്ന് പറഞ്ഞാൽ 10 മുഴ നീളവും 10 മുതം വീഴുമെന്നാണ്. 10ൽ 10 എന്നൊക്കെ പറയില്ലേ നമ്മൾ, 10 എന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തിൽ. റൂം എത്ര? അത് 4 എന്നൊക്കെ പറഞ്ഞ മാതിരി അറബിയിൽ അങ്ങനെ പറയാം, അശ്റും ഫി അശ്ർ. അങ്ങനെ ആകുമ്പോൾ ഫയൻജുസുവത്ത് നജസാവും. ശ്രദ്ധിക്കുക, നമ്മളെ മദ്ഹബിലുള്ളത് പോലെ തന്നെ വൈലം യദ്ഹർ അസ്റുഹ, നജസിൻ്റെ അടയാളങ്ങളൊന്നും അതിൽ വെളിവായിട്ടില്ലെങ്കിൽ പോലും. പകർച്ചയാകാന്ന് നമ്മൾ പറയാം. ഇവർ പറയുന്നത് അതിൻ്റെ അസർ വെളിവാവുക എന്നുള്ളത്. അതേസമയത്ത് 10 ആണെങ്കിൽ ഹൗള് 10 ഉള്ള ഒരു ഹൗളാണ്, അല്ലെങ്കിൽ ഈ വട്ടത്തിലാണെങ്കിൽ 36 മുഴം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ
നജസിൻ്റെ വസ്ഫ് അവിടെ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കാണണം. അപ്പം മാത്രമേ ആവുള്ളൂ. നമ്മളിതും അങ്ങനെ തന്നെയാണ്. അധികരിച്ച വെള്ളത്തിൽ നജസ് വീണാൽ നജസാവില്ല, പകർച്ചയാകുന്നത് വരെ, അതിൻ്റെ രുചിയോ നിറമോ വാസനയോ വ്യത്യാസപ്പെടുന്നത് വരെ എന്നാണ് പറയുന്നത്. നജസിനെ നജസ് കണ്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കണ്ടു എന്ന് ഉറപ്പുണ്ടാകുന്നിടത്ത് മാത്രമേ ഹുക്കുമുള്ളൂ. ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, അതിലൂടെ അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. യക്കീനോ അല്ലെങ്കിൽ നല്ല ലന്നോ വേണമെന്നുള്ളതാണ് നജസിൻ്റെ വിഷയത്തിലുള്ള നമ്മളെ മദ്ഹബായാലും ഹനഫി മദ്ഹബായാലും രണ്ടും അങ്ങനെ തന്നെയാണ്. സംശയത്തിന് തീരെ ഇടം കൊടുക്കുന്നില്ല. നോക്കൂ, നമ്മുടെ മറാഖിൽ ഫലാഹ് പറയുന്നത് വഅലിമ വഖൂഹ യക്കീനൻ ബിഗലബത്തി ളന്നി എന്നാണ്. അതിലുണ്ട് എന്ന് ഉറപ്പായി, അല്ലെങ്കിൽ ഗലബത്തുൽ ലന്നുമല്ല, ഒരു ഏകദേശം ഒരു ഉറപ്പിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ നജസാക്കൂല വെള്ളം. ഇനി ഔ ജാരിയൻ, അല്ലെങ്കിൽ പിന്നെ ആ വെള്ളം ഒഴുകുന്ന വെള്ളമാണ്, വളഹറ ഫീഹി അസറുഹ, അവിടെ എന്ത് ചെയ്തു, ആ ഒഴുകുന്ന വെള്ളത്തിന് നജസിൻ്റെ അസർ വെളിവായി. അപ്പോൾ കുറഞ്ഞ വെള്ളം അധികരിച്ച വെള്ളം എന്ന കാഴ്ചപ്പാടൊന്നുമില്ല അവിടെ. ഒഴുകുന്ന വെള്ളമാണെങ്കിൽ പിന്നെ അത് കുറഞ്ഞ വെള്ളമാണെങ്കിലും കൂടുതൽ കുറഞ്ഞ വെള്ളമാകുമ്പോൾ പ്രശ്നമാകുന്നത് എപ്പോഴാണ്, അതിൻ്റെ അസർ വെളിവാകുമ്പോഴാണ്. കുറഞ്ഞ വെള്ളമാണ്, കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ അസർ വെളിവാകുമ്പോൾ, വെളിവായിട്ടില്ലെങ്കിലും നജസാണെന്ന് പറഞ്ഞു. ഒഴുകുന്ന വെള്ളമാണെങ്കിൽ അസർ വെളിവാകണം, ആ നജസിൻ്റെ അടയാളം വെളിവാകണം. അസർ എന്ന് പറഞ്ഞാൽ നജസിൻ്റെ വല്ല അസറു തുഴമുൻ ഔ ലൗനുൻ ഔ റീഹുൻ, ആ ഒഴുകുന്ന വെള്ളത്തിൽ ആ നജസിൻ്റെ രുചിയോ നിറമോ വാസനയോ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഒഴുകുന്ന വെള്ളത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ആ ഓളം ഉണ്ടല്ലോ, അത് 2 കുല്ലത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അധികരിച്ച വെള്ളമാണ്, അല്ല ആ ഓളത്തിന് 2 കുല്ലത്തൊന്നും ഇല്ലെങ്കിൽ കുറഞ്ഞ വെള്ളമാണ് എന്നാണ് നമ്മളെ മദ്ഹബ്. ഒത്തുമീലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തത് വൽ ഖാമിസു മാഉൻ മഷ്കൂക്കും ഫീ തുഹൂരിയത്തിഹി, തുഹൂറാണോ എന്നതിൽ സംശയമുള്ള വെള്ളം. മാഉൻ വെള്ളം, മഷ്കൂക്കുൻ സംശയമുണ്ട്, ഫീ തുഹൂരിയത്തിഹി തുഹൂറാണോ എന്നതിൽ. അതേതാണെന്നറിയോ? അത് ഈ മദ്ഹബിൽ അധികമായിട്ടുള്ള സംഗതിയാണ്. മാ ശരിബ മിന്നു ഹിമാറുൻ ഔ ബഗലുൻ, കഴുതയോ കോവർ കഴുതയോ കുടിച്ച വെള്ളം. കഴുതയോ കോവർ കഴുതയോ കുടിച്ച വെള്ളം. കോവർ കഴുത നജസാണല്ലോ, കഴുതയും നജസാണല്ലോ, ശുദ്ധിയില്ലാത്ത ജീവിയാണല്ലോ. അപ്പോൾ അത് മഷ്കൂക്ക് ഫീഹിയാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നുണ്ട്, വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അഹ്കാമു സുർ എന്ന് പറയും. സുർ എന്ന് പറഞ്ഞാൽ ജീവികൾ കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ഹുക്കം. നമുക്കതിൽ പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നുമില്ല നമ്മളെ മദ്ഹബിൽ. നായും പന്നിയും തലയിട്ടാൽ പറ്റൂല, അതല്ല എങ്കിൽ വേറെ ഏത് ജീവിയുടെ തലയിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മളെ മദ്ഹബ്. നായും പന്നിയാണെങ്കിൽ പറ്റൂല, അല്ലെങ്കിൽ നജസുണ്ട് സംശയമല്ല ഉറപ്പുണ്ട്, അങ്ങനത്തെ ഒരു ജീവി കുറഞ്ഞ വെള്ളത്തിൽ തലയിട്ടാൽ പറ്റൂല എന്ന് നമ്മളെ മദ്ഹബ്. ഇവർ അതിന് പ്രത്യേകമായ ഫസ്ൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം പല ജീവികളും തലയിടുന്നത് പല ഹുക്കുമാണ്. സൂറിൻ്റെ ഹുക്കുമാണ് പറയുന്നത്. ഇടയ്ക്കൊരു സംശയം ചോദിച്ചാൽ, ഈ ഒലിക്കുന്ന വെള്ളത്തില് 10ൽ 10നേക്കാൾ കൂടുതലുള്ള ഈ 6 പോലത്തെ അതിനകത്ത് നമ്മൾ നജസ് കണ്ടാലോ? അതിൽ കുഴപ്പമില്ലാന്നല്ലേ മനസ്സിലാവുന്നത്. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അത് പറയുന്നുണ്ട്, അത് മഷ്കൂക്ക് ചെയ്യാൻ കാരണം ചിലപ്പോൾ അതിൽ നഹി വന്നിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ കൽപ്പന അനുവദനീയമാണെന്നുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഹദീസുകൾ വന്നപ്പോൾ അവരിങ്ങനെ മഷ്കൂക്ക് ആക്കിയതാണ്. ഈ സൂറിൻ്റെ പാഠത്തിൽ ഓരോ ജീവികളെ കുറിച്ചും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാനതിൻ്റെ ഊഹനുസരിച്ച് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റും, കാരണം ഞാനിപ്പോൾ ഹനഫി മദ്ഹബ് ആദ്യമായിട്ട് എടുക്കുകയാണ്.
അപ്പോൾ അത് പറയുന്ന മഹല്ല് തന്നെ പറയായിരിക്കും നല്ലത്. പിന്നെ റെക്കോർഡും അല്ലേ. ഫസ്ലുൻ ഫീ ബയാനി അഹ്കാമി സുഉർ വൽ മാഉൽ ഖലീലു, കുറഞ്ഞ വെള്ളം, ഒഴുകുന്ന വെള്ളമല്ല, കുറഞ്ഞ വെള്ളമാണ് താനും. അങ്ങനെയാകുമ്പോൾ ഇതാ ശരിബ മിൻഹു ഹയവാനുൻ യകൂനു അല അർബഅത്തി അഖ്സാം, ഒരു ജീവി അതിൽ നിന്ന് കുടിച്ചാൽ ആ വെള്ളത്തിന് 4 ഹുക്കുമുകളാവാം. 4 ഹുക്കുമുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നാകാം. വയുസമ്മ സുറൻ, സുർ എന്നാണ് അതിന് പേര് പറയാം. സുർ സുർ എന്താ സൂർ എന്ന് പറഞ്ഞാൽ കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയുള്ളതിനാണ് സുർ എന്ന് പറയാം. ഇനി അല്ലവ്വലു താഹിറുൻ മുതഹിറുൻ, തർക്കല്ല, കറാഹത്തുമില്ല, ശുദ്ധിയാക്കാൻ പറ്റുന്ന ശുദ്ധിയുള്ള വെള്ളം. അത് മാ ശരീബ മിൻഹു ആദമി, മനുഷ്യൻ കുടിച്ച വെള്ളം. അതായത് നജസും ഉണ്ടായിരുന്നില്ല, കുടിക്കുന്ന എൻ്റെ തൊള്ളയിൽ മനുഷ്യൻ കുടിച്ച വെള്ളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബി പറയുന്നുണ്ട്, ഞാൻ കുടിച്ചിരുന്നു, അയൽകാരിയാകുമ്പോൾ ഞാൻ കുടിച്ചിരുന്നു, നബി തങ്ങൾക്ക് കൊടുക്കും. കൊണ്ട് നബി എന്താവും, എൻ്റെ വായ വെച്ചോടെ തന്നെ നബി തങ്ങൾ വായ വെക്കും എന്നൊക്കെ. അപ്പോൾ മനുഷ്യൻ കുടിച്ച വെള്ളം അത് പ്രത്യേകം പറയാൻ കാരണമുണ്ട് അവിടെ കേട്ടോ. കാരണം മനുഷ്യനൊക്കെ മരിച്ചാൽ നജസാവും എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പോൾ മനുഷ്യൻ കുടിച്ച കാരണം മുസ്ലിം ആയാലും കാഫിറായാലും അയൽകാരിയായാലും ജനാപത്തുകാരിയായാലും ആര് കുടിച്ചാലും ആ വെള്ളത്തിന് കുഴപ്പമില്ല. അതായിരിക്കും, അതാണ് അതിനെ എണ്ണുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഔ ഫറസുൻ, അല്ലെങ്കിൽ കുതിര കുടിച്ച വെള്ളം. കുതിര കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയുള്ളത് ശുദ്ധിയാണ്, തർക്കല്ല, കറാഹത്തുമില്ല. ഔ മാ യുക്കലു ലഹ്മുഹു, അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കപ്പെടുന്ന ജീവി. ഔ മാ, അല്ലെങ്കിൽ ഒരു ജീവി, യുക്കലു ലഹ്മുഹു, മാംസം ഭക്ഷിക്കപ്പെടും. ഒട്ടകം, പശു, ആട്, അത് കുടിച്ച വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള വെള്ളം കൊണ്ട് ഒതുവെടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തത് നജസായ വെള്ളമാണ്. നജാസത്തുൻ ഖലീല, നജസായ ജീവി കുടിച്ച വെള്ളം, വലിയതായ നജസായ വെള്ളം, ജീവി കുടിച്ച വെള്ളം. നജസ് എന്ന് പറഞ്ഞാൽ സൂറു നജസിൻ എന്നർത്ഥം. ലാ യജൂസു ഇസ്തിമാലുഹു, ഉപയോഗിക്കൽ അനുവദനീയമല്ല, അതുകൊണ്ട് ശുദ്ധീകരിക്കൽ അനുവദനീയമല്ല, അത് കുടിക്കാൻ പറ്റൂല. അതേതാണെന്നറിയോ, മാ ശരിബ മിൻഹുൽ കൽബു, നായ കുടിച്ചത്. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നായ തലയിട്ട പാത്രം എന്ത് ചെയ്യണം, 3 വട്ടോ 5 വട്ടോ 7 വട്ടോ ഒക്കെ കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വലിയത്. അവിൽ ഖിൻസീർ, അല്ലെങ്കിൽ പന്നി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹു റിജ്സുൻ, പന്നി അഴുക്കാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഔ ശൈഉം മിൻ സിബാഇൽ ബഹായിമി, അല്ലെങ്കിൽ സിബാ, മൃഗങ്ങളിൽ നിന്നുള്ള വേട്ടമൃഗങ്ങൾ, അതല്ലെങ്കിൽ എന്താ പറയുക, വേട്ടയാടുന്ന മൃഗങ്ങളില്ലേ, അക്രമികളായ ജീവികൾ, നരി, പുലി, അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ജീവികൾ കുടിച്ചതും നജസാണ്. കാരണം കൽഫഹദി, പുലിയെ പോലെ, വദീബി, ചെന്നായ, അങ്ങനെയുള്ള നരി, കടുവ, അങ്ങനത്തെ ഒക്കെ, അതൊക്കെ കുരങ്ങൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇത് നജസാണ്. എന്താ കാരണം, അതൊക്കെ നജസായ ജീവിയാണ്, അവരില്ലെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നജസായ ജീവിയാകുമ്പോൾ അതിൻ്റെ ഉമിനീരും ആ മാംസത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഉമിനീരും നജസായിട്ട് ബാധിക്കും. ആ ഉമിനീരുള്ള വായു കൊണ്ടാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം പറ്റൂല എന്നാണ് അവരില്ലത്ത് പറയുന്നത്. വൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ ഖിസ്മ്, മക്റൂഹുൻ ഇസ്തിമാലുഹു, ശുദ്ധിയാക്കാം പക്ഷെ കറാഹത്താണ്. എപ്പോൾ, 4 അടുത്തതും കൂടി കൂട്ടി പറയണം. ആ വുജൂദ് ഗൈരി, മറ്റൊരു വെള്ളം ഉണ്ടായിരിക്കലോടെ ഉപയോഗിക്കൽ കറാഹത്തായത്. തൻസീഹിൻ്റെ കറാമത്താണ്, തൻസീഹിൻ്റെ കറാഹത്താണ്, തഹരീമിൻ്റെ കറാഹത്തല്ല കേട്ടോ. കറാഹത്ത് സാധാരണ പറയുന്നത് ചെയ്ത കുറ്റമൊന്നുമില്ല, ഉപയോഗിച്ചാൽ കൂലിട്ടും. അപ്പോൾ വേറൊരു വെള്ളം ഉണ്ടായിരിക്കലോടെ കൂടെ ഉപയോഗിക്കൽ കറാഹത്തായത്. എന്നാൽ വേറെ വെള്ളമൊന്നും ഇല്ലെങ്കിലോ ഉപയോഗിക്കൽ കറാഹത്തുമില്ല. തയമ്മുക്കൊന്നും പോകണ്ടെന്നർത്ഥം, തയമ്മിലേക്കൊന്നും പോകാൻ പാടില്ല. വഹുവ സൂറുൽ ഹിറത്തി, അത് പൂച്ച കുടിച്ച ബാക്കിയുള്ള വെള്ളമാണ്.
ഇതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി. പൂച്ച കുടിച്ച വെള്ളം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകൾ നസ്സായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ പൂച്ചനെ എന്ന് വേറിരിക്കാൻ കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ സിബായിലൊക്കെ അതിന് പെടുത്താലോ ഈ നരിയും ഫഹദും ദീപൊക്കെ മാതിരി തന്നെയാണല്ലോ. പക്ഷെ നബി തങ്ങൾ പൂച്ചൻ്റെ കാര്യത്തിൽ നമ്മളെ വീട്ടിലെപ്പോഴും അവിടെയും ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞിട്ടുള്ള ജീവി ആയതുകൊണ്ട് ഇന്നഹാ ലൈസത്ത് ബിനജസ, മുത്തുനബി പറഞ്ഞ നജസല്ല, ഇന്നഹാ മിന തവാഫീന അലൈക്കും, അതിങ്ങനെ നിങ്ങളുടെ മേൽ ചുറ്റിക്കറങ്ങുന്ന ജീവിയാണ്. തവാഫാത്ത് എന്ന് പറഞ്ഞു, നിങ്ങളുടെ മേൽ ചുറ്റിക്കറങ്ങുന്ന പൂച്ചകളൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ അതേതാണ്, ഉപയോഗിക്കൽ കറാഹത്താണ്. കാരണം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നജസൊക്കെ കടിക്കുമല്ലോ, എലിനും മറ്റുമൊക്കെ കടിക്കുമല്ലോ, കറാഹത്താണ്. പക്ഷെ എന്തല്ല, ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഒന്നുണ്ടാക്കിയാൽ സ്വഹിയാവും. ഇനി വസൂറു ദജാജത്തി, ആ കൂട്ടത്തിൽ പെടുന്നത് തന്നെയാണ് കോഴി കുടിച്ച വെള്ളം. ദജാജത്ത്, ജുജാജത്ത്, ദിജാജത്ത് മൂന്നും വായിക്കാൻ പറ്റും. ദജാജത്ത് എന്ന് പറഞ്ഞാൽ ദജാജത്ത് കുടിച്ച വെള്ളം. എങ്ങനത്തെ ദജാജത്ത്? അൽ മുഖല്ലാത്തി, ദജാജത്തിൽ മുഖല്ലാത്തു എന്നല്ലേ. എന്താ മുഖല്ലാത്ത് എന്ന് പറഞ്ഞാൽ? പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ചിക്കി ചെയ്യ നടക്കുന്ന ജീവി എന്നർത്ഥം. മുഖല്ലാത്ത് ഇങ്ങനെ അയച്ചു വിട്ടത്, മുർസലത്ത് എന്നർത്ഥം. ഹല്ല എന്ന് പറയില്ലേ നമ്മളിങ്ങനെ, അതിനിങ്ങനെ കൂട്ടുന്ന വിട്ട കോഴിയാണ്. അപ്പോൾ അതിങ്ങനെ പറമ്പ് കൂടി മറ്റോടൊക്കെ ഇങ്ങനെ തെണ്ടി അടക്കണ കോഴി, അതാ മുഖല്ലാത്ത്. ഹല്ലായോ ഹല്ലി, ദജാജത്ത് മുഹന്നസായതുകൊണ്ട് മുഹല്ലാത്ത് എന്നും. അത് കുടിച്ച വെള്ളം. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ബക്കറ്റിലെ വെള്ളത്തിൽ ആ കോഴി കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ആ കോഴികൾ എന്ത് ചെയ്യും? അവിടെ ഖാദൂറാത്തിലൊക്കെ പോയി നിൽക്കുന്ന, ഖാദൂറാത്തുകളിലൊക്കെ, ഖാദൂറാത്ത് നജസും അഴുക്കുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കൊത്തുന്നതുകൊണ്ട് അതിന് നജസുണ്ടാകാം, ചിലപ്പം ശുദ്ധിയാവാം, ചിലപ്പോൾ ശുദ്ധിയാകാതിരിക്കാം. അതുകൊണ്ട് തന്നെ അത് കറാഹത്താണ്. ഇനി അപ്പോൾ മുഖല്ലാത്ത് മനസ്സിലായല്ലോ. ശരി. വസിബാഉ ത്വയ്രി, അതും കറാഹത്താണ്. പക്ഷികളിൽ നിന്ന് വേട്ടയാടുന്ന ജീവികൾ, പാവം ജീവികളുണ്ട്, മൈന, കാട, അതല്ല. സിബാഉ ത്വയ്റുണ്ട്, സ്വഖരി വ ഷാഹീനി വൽ ഹിദ്. സ്വഖർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രാജകിളി, എന്തതിന് പറയുന്നത്? ഗൾഫിലൊക്കെ വളർത്തയില്ലേ? ഫാൽക്കൻ. ഷാഹീൻ ഉണ്ട്. ഷാഹീൻ എന്ന് പറയുന്നത് എന്താ? അതുപോലെ അറിയപ്പെട്ട ജീവി തന്നെയാണ്. അതൊക്കെ ഇങ്ങനെ വേട്ടയാടുന്ന ജീവികളാണ്. വല്ല ഹിദ്അത്തുണ്ട്, കഴുകൻ. ഇതൊക്കെ കാക്ക, ഇതൊക്കെ കുടിച്ച വെള്ളത്തിൻ്റെ കറാഹത്താണ് എന്നാണ്. കാരണം നജസ്, ശവങ്ങളൊക്കെ വല്ലാതെ കൊത്താൻ പോകുന്ന ജീവികളായതുകൊണ്ട്, നജസുകളൊക്കെ കൊത്താൻ പോകുന്ന ജീവി ആയതുകൊണ്ട് അത് ഈ കോഴിൻ്റെ ഹുക്കുമാണ് അതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. മുഖല്ലാത്തായ കോഴിൻ്റെ, നമ്മളെ കൂട്ടിലെ കോഴി അല്ല കേട്ടോ പറഞ്ഞത്. കൂട്ടിലെ കോഴിൻ്റെ ചുണ്ടുമിന് നജസൊന്നും ഉണ്ടാവില്ല. വസവാക്കിനിൽ ബുയൂത്ത്, അതുപോലെ തന്നെ വീടുകളിൽ താമസിക്കുന്ന മറ്റ് ജീവികളുടെ ബാക്കി കുടിച്ച വെള്ളവും. സാക്കിന് സക്കനാണ് താമസിച്ചു. സവാക്കിനുൽ ബുയൂത്ത് കൽ ഫൗറത്തി, എലി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, എലി, പാമ്പ്, പല്ലി, ഇതൊക്കെ കുടിച്ച വെള്ളമാണെങ്കിൽ, പല്ലി വെള്ളം കുടിച്ചു എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൊണ്ട് ഒന്നുണ്ടാക്കൽ കറാഹത്താണ്. അല്ല അക്രബി, അതേമാതിരി അക്രബയിൽ പെടൂല കേട്ടോ. ഏത് അക്രബ് എന്ന് പറയുമ്പോൾ എന്താ? അക്രബ് എന്ന് പറഞ്ഞാൽ തേള്, അതൊന്നും പെടൂല. വൽ ഖിസ്മു സാലിസു, നാലാമത്തെ ഖിസ്മു മഷ്കൂക്കുൻ ഫി ത്വഹൂരിയതിഹി, മഷ്കൂക്കാണ്, ശുദ്ധിയാണോ എന്നതിൻ്റെ ഹുക്കുമിൽ അതിൽ മഷ്കൂക്കാണ്, അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്തതാണ്. അതായത് ശുദ്ധിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല, എന്നാൽ ശുദ്ധി അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞൂടാ. ശുദ്ധി അല്ല എന്നിട്ട് പറഞ്ഞിട്ടുമില്ല, എന്നാൽ ശുദ്ധിയാണ് എന്നിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത, അതാ മഷ്കൂക്കും ഫി ത്വഹൂരിയതിഹി എന്ന് പറഞ്ഞാൽ.
തൊഹൂരിയത്തിൽ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അതും പറയാൻ പറ്റില്ല ഇതും പറയാത്തത്. അതാണ് സൂറുൽ ബഗൽ. ഇതാണ് നേരത്തെ നമ്മൾ പറയാനിരിക്കുന്നു എന്ന് പറഞ്ഞത്. കോവർ കഴുത കുടിച്ച വെള്ളം. വല്ല ഹിമാർ കഴുതയും. കുതിരയും കഴുതയും കൂടി ഉണ്ടായ ജീവിയാണ് ബഗൽ, കോവർ കഴുത എന്ന് പറയുന്നത്. ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുത. അതിൻ്റെ ഉമനീരൊക്കെ ശുദ്ധിയാണ്. പക്ഷേ ഇത് നമുക്ക് പറ്റൂലേ എന്ന് സംശയിക്കപ്പെടാൻ കാരണം മറാഖിൽ ഫലാഹിൽ പറഞ്ഞു, ലിതാറുദിൽ ഖബറൈനി ഫി ഇബാഹത്തി ലഹ്മിഹി വ ഹുർമതിഹി. അതിൻ്റെ മാംസം ഹലാലാണോ ഹറാമാണോ എന്നതിൽ ഹദീസുകളിൽ വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതാണ് കാരണം. അപ്പം അവിടെ എന്താ വിഷയം എന്ന് പറയുന്നത്? മഷ്കൂക്കും ഫി ആയതുകൊണ്ട് അവിടുത്തെ വിഷയം ഫഇല്ലം യജിദ് ഗൈറഹു, അതല്ലാതെ വേറെ വെള്ളമൊന്നും കിട്ടാനില്ലെങ്കിൽ തവല്ലാ ബിഹി, അതുകൊണ്ട് വുളു ഉണ്ടാക്കുക. തയമ്മം ചെയ്യുക. നേരത്തെ പറഞ്ഞിരുന്നു തയമ്മം ചെയ്യണ്ട, കറാഹത്താണ്. പക്ഷെ എന്താക്കണ്ട, മറ്റ് നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടായിരിക്കെ ഉപയോഗിക്കൽ കറാഹത്താണ്. പക്ഷേ തയമ്മം ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു വെള്ളത്തെക്കുറിച്ച്. ഇവിടെ പറയുന്നത് ഈ കഴുതയുടെയും കോവർ കഴുതയുടെയും കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി കൊണ്ടാണ് വുളു ഉണ്ടാക്കുന്നതെങ്കിൽ വേറെ വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് വുളു ചെയ്യുക. തയമ്മം ചെയ്യുക. ആദ്യം വുളു എടുത്തിട്ട് പിന്നെ തയമ്മം ചെയ്യലാണ് ഉത്തമം. സുമ്മ സ്വല്ല, പിന്നെ നിസ്കരിക്കുകയും ചെയ്യുക. ഇതാണ് പാഠം. ഖൈബർ യുദ്ധത്തിൽ അനസ്റുല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ ഈ കഴുതനെ എന്നാ പറ്റു ചോദിച്ചു. നബി ഒന്നും പറഞ്ഞില്ല. രണ്ടാമതും ചോദിച്ചു, ഞാൻ കഴുതനെ തന്നിട്ട് നബി എന്ന് ചോദിച്ചു, അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? മൂന്നാമതും ചോദിച്ചു, ആ കഴുതനെ നീ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വിളിച്ചു പറയാൻ പറഞ്ഞു, ഇന്നല്ലാഹു റസൂലി അൻഹാക്കുമൻ ലഹൂമിൽ അഹ്ലിയ. നാട്ടുകഴുത, കാട്ടുകഴുതനെ പറ്റൂട്ടോ, നാട്ടുകഴുതയുടെ മാംസം അള്ളാഹും റസൂൽ നിരോധിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ അത് കേട്ടപ്പോൾ ആ സഹാബി എന്ത് ചെയ്തു എന്നറിയോ? ആ കഴുതൻ്റെ മാംസം ഇങ്ങനെ വേവിക്കായിരുന്നു. ആ വേവിക്കുന്ന ആ പാത്രം അങ്ങനെ തന്നെ ആയിട്ട് മറച്ചു കളഞ്ഞു എന്നാണ്, അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെന്തുകൊണ്ടാണ് റസൂലുള്ളാഹി അവർക്ക് അനുവദിച്ചു? മറ്റൊരു ഹദീസ് കാണാം, അത്ഇം അഹ്ലക മിൻ സമീനി ഹുംരിക, നിന്റെ കഴുതയുടെ ഏറ്റവും തടിയുള്ള കഴുതയിൽ നിന്റെ അഹലിൽ നിന്ന് ഭക്ഷിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഹദീസ് ഈ വിഷയത്തിൽ വന്നതുകൊണ്ടാണ് അത് നജസാണോ അല്ലേ എന്ന് മഷ്കൂക്കായത്, മുതബഖഫായിട്ടുള്ളത്. അടുത്ത പാഠം തഹറിയെക്കുറിച്ചാണ്. എന്നുവെച്ചാൽ തഹറി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം കുറച്ച് ശുദ്ധിയും കുറച്ച് നജസുമാണ് ഒരു പാത്രത്തിൽ. അപ്പം എന്ത് ചെയ്യണം? അവനെന്ത് ചെയ്യണം? നന്നായിട്ട് ആ വിഷയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടി നല്ലൊരു പരിശ്രമം നടത്തണം. ഈ പരിശ്രമത്തിൻ്റെ പേരാണ് തഹറി എന്ന് പറയുന്നത്. എന്നിട്ട്